ഹലോ, ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് കോഴ്സ് ഉണ്ട്, അത് അറിഞ്ഞിട്ട് വന്നതാണ്. എന്തൊക്കെയാണ് ഈ കോഴ്സിലുള്ളത്, ഡീറ്റെയിൽസ് പറയാമോ എന്ന് കുറേ പേര് ചോദിച്ചിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കുന്നൊരു വീഡിയോ ആണ്. എന്താണ് കോഴ്സ്, എന്തൊക്കെയാണ് അതിൽ കവർ ചെയ്യുന്നത്, എങ്ങനെയാണ് കോഴ്സ് വാങ്ങിക്കുക, എത്ര കാലം കോഴ്സ് കിട്ടും, കുട്ടികൾക്കുള്ള കോഴ്സ് ഉണ്ടോ, അങ്ങനെ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയാണ് കേട്ടോ. ആദ്യത്തെ ചോദ്യം, കോഴ്സ് ലൈവ് ആണോ എന്ന്. കോഴ്സ് ലൈവ് അല്ല, റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോകളാണ്. അപ്പോൾ എന്തോ റെക്കോർഡഡ് വീഡിയോസ് അത്രയ്ക്ക് നല്ലതല്ല എന്നൊരു ഫീലിംഗ്, സംശയം അങ്ങനെ ചോദിക്കുന്നൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്. നിങ്ങൾ കോഴ്സ് എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു സംശയം ഉണ്ടാവാത്ത വിധത്തിലാണ് എല്ലാം ക്ലിയർ ആയിട്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ തോന്നും അതിതല്ല എന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് കോഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. സംശയങ്ങൾ എന്നാലും വരാം അല്ലേ. അപ്പോൾ അത് കോമൻസിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഇമെയിലിൽ ചോദിക്കാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് കോഴ്സ് എടുക്കുകയാണെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പ് ആക്സസ് ഉണ്ട്, അതിലും ചോദിക്കാം. അതിനൊന്നും പൊതുവേ അങ്ങനെയൊന്നും സംശയം വരാറില്ല. എന്നാലും വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ഉത്തരം ഞാൻ എൻ്റെ കോമൻസിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറുണ്ട്. പൊതുവേ 24 മണിക്കൂറിനുള്ളിൽ ഞാൻ ഉത്തരം കൊടുക്കാൻ ശ്രമിക്കും. കഴിവതും അപ്പം തന്നെ ഞാൻ ഉത്തരം കൊടുക്കാറുണ്ട്. 24 മണിക്കൂർ പറഞ്ഞത് നമുക്കിപ്പോൾ എന്തെങ്കിലും അർജൻറ്റായിട്ട് വല്ല ട്രാവലിംഗ് ഒക്കെ ആണെങ്കിൽ ഒരു ദിവസത്തിനുള്ളിൽ ഞാൻ എന്തായാലും എല്ലാം ചെക്ക് ചെയ്യും. അപ്പോൾ വൈകില്ല നിങ്ങൾക്ക് ഉത്തരം കിട്ടാൻ. പിന്നെ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ചോദിക്കാം, ഞാൻ ക്ലിയർ ആയിട്ട് ഉത്തരം പറയാറുണ്ട്. നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടേ ഞാൻ വിടുള്ളൂ നിങ്ങളെ കേട്ടോ. പിന്നെ ലൈവ് അല്ല എന്ന് പറഞ്ഞില്ല, റെക്കോർഡഡ് ആണ്. അപ്പോൾ കുറച്ച് വീഡിയോസ് ഉണ്ടാവും, പിന്നെ അതിനുശേഷം ക്വിസ് ഉണ്ടാവും. ഈ ക്വിസാണ് ഈ കോഴ്സിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കാരണം നമ്മൾ പലപ്പോഴും പഠിച്ചത് മനസ്സിലായി എന്ന് വിചാരിക്കും, ഇങ്ങനെ പോകില്ലേ. ക്വിസ് കാണുമ്പോഴാണ് മനസ്സിലാവുക, അയ്യോ ഇതെന്താ എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ, ഞാൻ വായിച്ചത് എനിക്ക് അറിയില്ലല്ലോ. ക്വിസ് ചെയ്യുമ്പോഴാണ് ഞാൻ വിചാരിച്ചത് മനസ്സിലാക്കിയതിൽ തെറ്റുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ കുറേ ക്വിസ് ഉണ്ട്. നല്ലവണ്ണം നിങ്ങളുടെ മനസ്സിൽ കാര്യം നല്ലവണ്ണം മനസ്സിലാക്കുന്ന വിധത്തിൽ ആണ് ക്വിസും കോഴ്സും ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം, കോഴ്സിൽ എന്തൊക്കെയുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ ഈ കോഴ്സ് വെബ്സൈറ്റ് എടുത്താൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണാം. അപ്പോൾ അതിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കരിക്കുലം എടുത്താൽ ഈ കരിക്കുലത്തിൽ എന്തൊക്കെയാണ് ആ കോഴ്സിൽ എടുക്കുന്നതെന്നുണ്ടാവും. അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഒരു കാര്യം, ഈ കോഴ്സിൻ്റെ 3 ലെവൽസ് ഉണ്ട്. തീരെ ബേസിക്കിൽ തുടങ്ങേണ്ടവർക്ക് ലെവൽ 1. ലെവൽ 1ൽ ബേസിക് മാത്രമല്ല, കുറച്ച് അഡ്വാൻസ്ഡ് വശത്തേക്കും പോകുന്നുണ്ട്. ഒരു കോഴ്സ് മാത്രം എടുക്കാൻ കഴിവുള്ള ആൾക്കാർക്ക് അത്യാവശ്യം കുറച്ച് പഠിച്ച് വെക്കട്ടെ എന്ന് വെച്ചാൽ നന്നായിട്ട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ലെവൽ 1ൽ കേട്ടോ. പിന്നെ ലെവൽ 2, ലെവൽ 3. ലെവൽ 3 കുറച്ചധികം അഡ്വാൻസ്ഡ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും ജീവിതത്തിൽ ഉപയോഗിക്കാൻ ചാൻസ് ഇല്ലാത്ത കാര്യങ്ങളല്ല കേട്ടോ, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ലെവൽ 1ഉം 2ഉം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ, ഒരു സ്കൂളിലൊക്കെ സാധാരണ പഠിച്ചൊരു മനുഷ്യൻ ഒരു ഇംഗ്ലീഷ് മീഡിയമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ പൊതുവെ അയാൾ പഠിച്ചിരിക്കും. ലെവൽ 1ഉം 2ഉം. ലെവൽ 3യും വളരെ നല്ലതാണ്, കാരണം നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് നമ്മുടെ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാനൊക്കെ, കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാനൊക്കെ ലെവൽ 3 നല്ലതാണ്. അപ്പോൾ പറ്റുമെങ്കിൽ ഫുൾ കോഴ്സ് എടുക്കുക. ഒട്ടും പറ്റാത്തവർ ലെവൽ 1ഉം 2ഉം മാത്രം എടുക്കുക. ഒട്ടും പറ്റുന്നില്ലെങ്കിൽ ലെവൽ 1, സാമ്പത്തികം ഇല്ലെങ്കിൽ ലെവൽ 1 മാത്രം എടുക്കുക. പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളുടെ ലെവൽസ് അറിയുക? അതിന് ലെവൽ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ, എൻ്റെ വെബ്സൈറ്റാണ് easyenglishwithvini.com. നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് അതിലിത് ടൈപ്പ് ചെയ്യുക. സ്പേസ് ഒന്നും ഇല്ലാണ്ട് ടൈപ്പ് ചെയ്താൽ എൻ്റെ വെബ്സൈറ്റിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ താല്പര്യമുണ്ടോ, യെസ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന് അടുത്തടുത്ത പേജിലായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ക്വിസ് ചെയ്ത് നോക്കുക. ക്വിസ് ചെയ്ത് നിങ്ങളുടെ ലെവൽ ഏതാണെന്ന് ആ ക്വിസ് ചെയ്താൽ പറഞ്ഞുതരും. ക്വിസിൻ്റെ ആൻസേഴ്സ് ഒന്നും ഞാൻ പറഞ്ഞിരുന്നില്ല, കാരണം ഞാൻ നിങ്ങളുടെ ക്വിസൊന്നും ഇൻപുട്ടൊന്നും എടുത്ത് വെക്കുന്നില്ല. ഒരു സിമ്പിളായിട്ടുള്ളൊരു വെബ് പേജാണിത്, സിമ്പിളായിട്ടൊരു വെബ്സൈറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് മാർക്ക് കിട്ടിയത് അതനുസരിച്ച് ലെവൽ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് അറിയാവുന്ന ആളാണെങ്കിൽ ഇതിൽ തന്നെ പറയും നിങ്ങൾക്ക് കോഴ്സിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ മതി, നന്നായിക്കോളും, നിങ്ങളുടെ കോൺഫിഡൻസിൻ്റെ പ്രശ്നമാണെന്ന്. അപ്പോൾ ഈ ലെവൽ ചിലർ പറയുന്നുണ്ട് എന്ത് ചെയ്താലും ലെവൽ 1 വരുന്നുള്ളൂ എന്ന്. അങ്ങനെയല്ല, ലെവൽ 1, 2, 3 ഒന്നും എടുക്കണ്ട, ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് കിട്ടാറുണ്ട് ഉത്തരങ്ങൾ കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലെവലും നോക്കണ്ട, എനിക്ക് ആദ്യം മുതൽ തുടങ്ങണം എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ ഡയറക്റ്റ്ലി ലെവൽ 1 മുതൽ എടുക്കുക. അല്ലെങ്കിൽ ഈ 3 ലെവലും 1, 2, 3 ഒരുമിച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ ലെവൽ 1നും 2നും 3ക്കും ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഈ കംപ്ലീറ്റ് ഇംഗ്ലീഷ് കോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് എടുക്കുകയാണെങ്കിൽ ലെവൽ 1ഉം 2ഉം 3യും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് കിട്ടും. ഏത് കോഴ്സ് എടുത്താലും 6 months ആണ് വാലിഡിറ്റി. ലെവൽ 1 കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് 1 മാസമാണ് പൊതുവെ വേണ്ടത്. ലെവൽ 2നും 1 മാസം, ലെവൽ 3ക്കും 1 മാസം. പക്ഷേ ഒരു ലെവലിൽ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 6 മാസം ആ കോഴ്സ് കിട്ടും. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് എന്തിനാ കോഴ്സ്, നിങ്ങൾ അത് കഴിഞ്ഞ് മുന്നോട്ട് പോകണം. ഇത് ഈ ഗ്രാമർ തന്നെ പഠിച്ച് നിൽക്കാൻ പാടില്ല. നമ്മളിങ്ങനെ ചിലപ്പോൾ സ്റ്റക്കായി പോകും, ഇവിടെ എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് ഞാൻ മുന്നോട്ട് പോകുള്ളൂ. ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ ക്ലിയർ ആവും. അപ്പോൾ നിങ്ങൾ പറയും നിങ്ങൾക്ക് മറന്നു പോകുന്നു. അത് സാരില്ല,
അതിന് വേണ്ടിയിട്ട് നോട്ട്സ് ഞാൻ അവിടെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് PDF ആണ്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാം നിങ്ങളുടെ സിസ്റ്റത്തിൽ. കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ എന്തെങ്കിലും കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ഇമെയിൽ അയച്ച് ചോദിക്കാം കേട്ടോ. അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. ചില ആൾക്കാർ അങ്ങനെ ഇമെയിൽ അയച്ച് ചോദിക്കാറുണ്ട്. ഞാൻ കോഴ്സ് എടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് സംശയം വന്നാൽ ഞാൻ എന്ത് ചെയ്യും? അതിനൊക്കെ ഇത്ര ചോദിക്കാനുണ്ടോ? നിങ്ങൾ എനിക്ക് ഇമെയിൽ അയച്ചാൽ മതി എന്താ സംശയം എന്ന് വെച്ചാൽ. എന്നുവെച്ചാൽ ഇത് മുഴുവൻ എനിക്ക് പറഞ്ഞു തരുമെന്ന് പറഞ്ഞിട്ട് പറയരുത് കേട്ടോ. അത് കുറച്ച് എനിക്ക് സമയം കൺസ്യൂം ചെയ്യുന്ന കാര്യമല്ലേ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ഇമെയിൽ അയച്ചോളൂ, ഞാൻ ഉത്തരം കൊടുക്കാറുണ്ട്. കോഴ്സ് എടുക്കാത്തവർക്ക് പോലും ഞാൻ സംശയം ചോദിച്ച് ഉത്തരം പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ കോഴ്സ് എടുത്തവരുടെ കാര്യം പറയാനുണ്ടോ? അടുത്തത്, എത്രയാണ് കോഴ്സ് ഡ്യൂറേഷൻ ഞാൻ പറഞ്ഞില്ലേ. ഇനിയിപ്പോൾ ഒരു കോഴ്സ് ലെവൽ 1 എടുക്കാൻ 1 മാസം, പക്ഷേ 3 ലെവലും കൂടെ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ 3 മാസമാണ് വരിക അല്ലേ. പക്ഷേ നിങ്ങൾക്ക് അഥവാ പെട്ടെന്ന് തീർക്കണമെങ്കിൽ എല്ലാ ഒരു 1-2 ആഴ്ച കൊണ്ട് ചിലപ്പോൾ വെക്കേഷൻ വന്നായിരിക്കും, പെട്ടെന്ന് ഇതൊക്കെ തീർക്കണം, അല്ലെങ്കിൽ എല്ലാ എക്സാം ഉണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഇമെയിൽ അയച്ചാൽ മതി, ഞാൻ ഫുൾ ആക്സസ് തരാം. പക്ഷേ അത് അങ്ങനെ അത്യാവശ്യമാണെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മൾ എല്ലാം പെട്ടെന്ന് പഠിക്കുമ്പോഴേ നമുക്ക് എല്ലാം കൂടെ അങ്ങോട്ട് മനസ്സിൽ നിൽക്കില്ല. അതുകൊണ്ടാണ് ഒരു ഷെഡ്യൂൾ ഉണ്ട് കേട്ടോ. ഒരു ദിവസം ഇന്നത് പഠിക്കാം, അടുത്ത ദിവസമാണ് ഇന്നത് ഓപ്പൺ ആകും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് എപ്പോഴാണ് അടുത്ത ലെസൺ തുറന്നു വരുന്നതെന്ന്. അങ്ങനെ ആ ഷെഡ്യൂളിൽ പഠിക്കുക. ഇല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഷെഡ്യൂൾ ഇട്ടേക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട് എനിക്കിതെല്ലാം ഒരുമിച്ച് തീർക്കാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി, എനിക്ക് ഇമെയിൽ അയച്ചാൽ മതി. എൻ്റെ ഇമെയിൽ ID ഇന്നതാണ്, അല്ലെങ്കിൽ ആ ഇമെയിലിൽ വരുമ്പോൾ എനിക്കറിയാലോ ഏത് ID എന്നാണ്, ഇന്ന കോഴ്സ് എടുത്തതാണ്, എനിക്ക് ഫുൾ ആക്സസ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ മുഴുവൻ ആക്സസും തരാം കേട്ടോ, ഒറ്റയടിക്ക് തരാം. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട അടുത്ത ലെസൺ വരാൻ വേണ്ടിയിട്ട്. ഇനി 6 മാസമാണ് കോഴ്സ് വാലിഡിറ്റി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ലെവൽ 1 എടുത്തു, 1 മാസമാണ് ആ കോഴ്സ് പഠിക്കേണ്ടത്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പഠിച്ച് തീർക്കാം. പക്ഷേ എന്തെങ്കിലും കാരണം കൊണ്ട് 1 മാസം നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എവിടെയെങ്കിലും പോകേണ്ട വന്നു, എന്തെങ്കിലും കാര്യം കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 6 മാസം വരെ നിങ്ങൾക്ക് കോഴ്സ് കിട്ടും. അതിൻ്റെ ഉള്ളിൽ തീർത്താൽ മതി കേട്ടോ. ഇനി എല്ലാ കോഴ്സും ഇങ്ങനെയാണ്, 6 മാസം വരെ നിങ്ങൾക്ക് കിട്ടും. നോട്ട്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇനി എങ്ങനെയാണ് കോഴ്സ് വാങ്ങിക്കുക, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ജർമ്മനിയിലാണ്, എനിക്ക് ഇന്ത്യൻ അക്കൗണ്ട്സ് അതിലേക്കല്ല ഇത് ബന്ധിച്ചിരിക്കുന്നത്. ഈ വെബ്സൈറ്റ് ഒരു അമേരിക്കൻ വെബ്സൈറ്റാണ്. അപ്പോൾ ഇതിൽ രൂപയിൽ കാണിച്ചിരിക്കുന്നുണ്ട് എൻ്റെ ഫീസ്, എങ്കിലും ഏത് കറൻസിയിലും വാങ്ങിക്കാം. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ അതിൽ യൂറോയിൽ കാണിക്കാം, ദിനാറിൽ കാണിക്കാം. ഇതൊക്കെ അവസാനം US ഡോളറായിട്ടാണ് മാറുക. അപ്പോൾ നിങ്ങൾ ഏത് കറൻസി വേണമെങ്കിലും ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ വേറൊരു കാര്യമുള്ളത്, GPay ഉപയോഗിക്കാൻ പറ്റില്ല. GPay ഇന്ത്യയിലുള്ള സംഭവമാണ്. അപ്പോൾ ഈ വെബ്സൈറ്റ് ഇന്ത്യൻ അല്ല, അതുകൊണ്ട് തന്നെ GPay പേയ്മെൻറ്റ് ഇല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ പുറത്തുനിന്നുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ കാർഡ് ഉപയോഗിച്ചാൽ വാങ്ങിക്കുക. പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നവർക്കറിയാം. അപ്പോൾ അതുപോലെ കാർഡ് ഉപയോഗിച്ചാണ് ട്രാൻസാക്ഷൻ ചെയ്യേണ്ടത്. റുപ്പേ കാർഡ് പറ്റില്ല. റുപ്പേ കാർഡ് ഇന്ത്യയിൽ മാത്രം ഉപയോഗിക്കാവുന്ന ഒരു കാർഡാണ്, പുറത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. വിസ കാർഡാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ കാർഡിൻ്റെ മുകളിൽ വിസ എന്ന് എഴുതിയിട്ടുണ്ടാവും. അതും ആ കാർഡിൽ നമ്മൾ ആ ബാങ്ക് നിങ്ങൾക്ക് കാർഡ് തരുമ്പോൾ ഡിഫോൾട്ടായിട്ട് അതിൽ ഈ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റാത്ത വിധത്തിലാണ് അത് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ അതിന് നിങ്ങളുടെ ഇപ്പോൾ SBI ആണ് നിങ്ങളുടെ കാർഡ് എന്ന് വെച്ചാൽ, യോനോ ആപ്പിൽ പോയിട്ട് അതിൽ കാർഡ് മാനേജ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ഓണാക്കി വെക്കുക, ഇ-കോം ട്രാൻസാക്ഷൻ ഓണാക്കി വെക്കുക, എന്നിട്ട് കോഴ്സ് വാങ്ങിക്കാം. ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ ഫെഡ് മൊബൈൽ എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. അങ്ങനെ നിങ്ങളുടെ ഓരോ ബാങ്കിനും ഓരോ ആപ്പ് ഉണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾ ബാങ്കിലൊന്ന് ചോദിച്ചാൽ മതി, എനിക്കൊന്ന് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ എനേബിൾ ചെയ്ത് തരുമോ കാർഡിൽ നിന്ന്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ചോദിക്കേണ്ടതെന്നോ ഇമെയിൽ അയക്കേണ്ടതെന്നോ അല്ലെങ്കിൽ ബാങ്കിനോട് ചോദിക്കേണ്ടതെന്ന് അറിയില്ലെങ്കിൽ എനിക്കൊരു ഇമെയിൽ അയച്ചാൽ ഞാനത് പറഞ്ഞുതരാം എങ്ങനെയാണ് ചോദിക്കേണ്ടതെന്ന്. ഇനിയിപ്പോൾ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്താൽ നിങ്ങളുടെ ബാങ്ക് ഏതാണെന്ന് വെച്ചാൽ അത് സെർച്ച് ചെയ്ത് അത് ആ ബാങ്കിനെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ധനലക്ഷ്മി ബാങ്ക് എനേബിൾ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ എന്ന് സെർച്ച് ചെയ്താൽ തന്നെ കുറേ വീഡിയോസ് കിട്ടും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ചില ബാങ്കുകളുടെ ഓൺലൈൻ ബാങ്കിങ് വഴിയായിരിക്കും, ചില ബാങ്കുകളുടെ ബാങ്ക് ആപ്പ് യൂസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് ഓരോ ബാങ്ക് അനുസരിച്ചിരിക്കും. ഇനി പുറത്തുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഏത് കാർഡ്, വിസ കാർഡ് വെച്ചിട്ട് വാങ്ങിക്കാം. പുറത്ത് എനിക്ക് തോന്നുന്നു ആപ്പിൾ പേ സൗകര്യമുണ്ട്. ആപ്പിളിൻ്റെ ഗൂഗിൾ പേ പോലെ ആപ്പിൾ പേ എന്നൊരു സൗകര്യമുണ്ട്. അത് മൊബൈലിൽ നമ്മൾ ഈ വെബ്സൈറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൾ പേ കാണാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ട് പേ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡ് വെച്ചിട്ടും പേ ചെയ്യാം. സാധാരണ നമ്മൾ ഇന്ത്യയിൽ ചെയ്യുന്ന മാത്രമേ കാർഡ് യൂസ് ചെയ്തിട്ടും പേ ചെയ്യാം കേട്ടോ. UK, US, കാനഡയിൽ അല്ലെങ്കിൽ ഗൾഫിൽ ഇവിടെയൊക്കെയുള്ള കുട്ടികൾ കാർഡ് വെച്ചിട്ട് വാങ്ങിക്കാറുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനി ടാക്സിൻ്റെ കാര്യം, ഞാൻ ഈ ഫുൾ എമൗണ്ട് നിങ്ങൾ അടയ്ക്കേണ്ട എമൗണ്ടാണ് ഫീ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അതിൽ ഓരോ രാജ്യം അനുസരിച്ച് ടാക്സ് വരും. ആ ടാക്സ് ഞാനാണ് എടുക്കുന്നത്. ഞാനത് എക്സ്ട്രാ ആയിട്ട് നിങ്ങളുടെ മുകളിലേക്ക് ഇടുന്നില്ല കേട്ടോ. ഇനി അടുത്തത് ചോദിച്ചിരിക്കുന്നത് ടെലഗ്രാം ഗ്രൂപ്പ്, വാട്സാപ്പ് ഗ്രൂപ്പ്. വാട്സാപ്പിൽ ഞാനൊരു ജനറൽ ഗ്രൂപ്പ്, ഒരു ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ട്, ജസ്റ്റ് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് സെൻറ്റൻസൊക്കെ ഒന്ന് പഠിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേരാം. ടെലഗ്രാം ഗ്രൂപ്പ് കോഴ്സിൽ ഈ കംപ്ലീറ്റ് ഇംഗ്ലീഷ് കോഴ്സ് എടുക്കുന്നവർക്ക് ലെവൽ 1, 2, 3 ഒരുമിച്ച് എടുക്കുന്നവരാണ് കംപ്ലീറ്റ് ഇംഗ്ലീഷ് കോഴ്സ്. അതെടുക്കുന്നവർക്ക് ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ എന്നെ ഇടയ്ക്ക് കുറച്ച് ടാസ്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വായിക്കാനും അങ്ങനെ കുറച്ച് ടാസ്കുകൾ സംസാരിച്ച് ഷാഡോയിങ് ഒക്കെ
പരിശീലിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കംപ്ലീറ്റ് ഇംഗ്ലീഷ് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൻ്റെ വിവരങ്ങൾ ആ കോഴ്സിൽ തന്നെ ലഭ്യമാകും. ഇനിയുള്ളത് നമ്മൾ ഗ്രാമറും കാര്യങ്ങളും സെൻറ്റൻസ് മേക്കിങ്ങും ആണ് ഇപ്പോൾ ഈ പറഞ്ഞ ലെവൽ 1, 2, 3 കോഴ്സുകളിൽ നമ്മൾ പഠിക്കുന്നത്. അതിൽ നമ്മൾ സ്ഥിരം വരുന്ന മിസ്റ്റേക്സ് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ പറയാനുള്ളത് ഒരു റെഫറൽ സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ കോഴ്സ് ലെവൽ 1 എടുത്തു, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അപ്പോൾ നിങ്ങൾ ലെവൽ 2 എടുക്കാൻ പോവുക. അപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് ഈ കോഴ്സ് നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക. ഇങ്ങനത്തെ ഒരു കോഴ്സ് ഉണ്ട്, നല്ല കോഴ്സാണ് എടുത്തോന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ റെഫർ ചെയ്യുമ്പം അവർ വാങ്ങിക്കുന്ന കോഴ്സിനും നിങ്ങൾ അടുത്തതായിട്ട് വാങ്ങിക്കുന്ന കോഴ്സിനും ഒരു 10% ഡിസ്കൗണ്ട് തരുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കണം. നിങ്ങൾ ലെവൽ 1 കഴിഞ്ഞു, ഇനിയിപ്പോൾ അടുത്ത കോഴ്സ് എടുക്കുകയാണ്, റെഫർ ചെയ്യാൻ താല്പര്യമുണ്ട് എൻ്റെ ഫ്രണ്ടിനെ. അപ്പോൾ ഞാൻ പറയുന്ന ഒരു ലിങ്ക് തരാം. ആ ലിങ്ക് വെച്ചിട്ടാണ് നിങ്ങളുടെ ഫ്രണ്ട് എടുക്കേണ്ടത്. അതുപോലെ തന്നെ വേറൊരു ലിങ്ക് നിങ്ങൾക്ക് തരും. ആ ലിങ്ക് വെച്ചിട്ടാണ് നിങ്ങളും അടുത്ത കോഴ്സ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നോട് പറയാം. അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇമെയിലായിട്ട് അയച്ചു തരാം. അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല കേട്ടോ. അവർക്കൊരു ലിങ്ക് വരും, അതുവഴിയാണ് അവർ കോഴ്സ് വാങ്ങിക്കേണ്ടത്. അപ്പോൾ അവർക്കതൊരു ഡിസ്കൗണ്ട് കിട്ടും. നിങ്ങളും അടുത്ത കോഴ്സ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഡിസ്കൗണ്ട് കിട്ടും. ഇപ്പം വാങ്ങിച്ച കോഴ്സിന് ഡിസ്കൗണ്ട് കിട്ടില്ല കേട്ടോ. നിങ്ങൾ പുതുതായിട്ടൊരു കോഴ്സ് എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുക. ഇപ്പോൾ നിങ്ങൾ ലെവൽ 1 എടുത്തു, ലെവൽ 2 എടുക്കില്ലേ, അടുത്ത കോഴ്സ് എടുക്കില്ലേ, അപ്പോൾ ഡിസ്കൗണ്ട് കിട്ടുന്നത് നിങ്ങൾ റെഫർ ചെയ്ത ഫ്രണ്ടില്ലേ, ആ ഫ്രണ്ടിന് ഒരു ഡിസ്കൗണ്ട് കൊടുത്തിട്ട് അവർ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് അടുത്ത കോഴ്സ് എടുക്കുമ്പോൾ ഡിസ്കൗണ്ട് കിട്ടുക കേട്ടോ. അപ്പോൾ അവർ ആ കോഴ്സ് വാങ്ങിക്കണം, അതിനുശേഷം നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. ട്രെയിനർ ഉണ്ടോ, പേഴ്സണൽ ട്രെയിനർ ഉണ്ടോ എന്നാണ് വേറൊരു ചോദ്യം. പേഴ്സണൽ ട്രെയിനർ ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു മെയിൽ അയച്ചാൽ അത് എനിക്കാണ് കിട്ടുക. എൻ്റെ കൂടെ വേറെ ആരുമില്ല, എല്ലാം ഞാൻ തന്നെ ചെയ്യണേ. നിങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നത് ഞാനാണ്. ഒരു ചെറിയ സംരംഭം, അങ്ങനെ വലിയൊരു ബിസിനസ്സൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇമെയിൽ അയച്ചാൽ എനിക്ക് കിട്ടും. അപ്പോൾ ഞാൻ അതിന് ഉത്തരം കൊടുക്കും. നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ എനിക്കാണ് ഇമെയിൽ വരിക, അപ്പോൾ ഞാനാണ് ഉത്തരം കൊടുക്കുക. പേഴ്സണൽ ട്രെയിനർ എനിക്കങ്ങനെ ആരുമില്ല. പക്ഷേ ഞാൻ ആലോചിച്ചിട്ട് പേഴ്സണൽ ട്രെയിനറിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഞാൻ ഇംഗ്ലീഷ് പഠിച്ചതോ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളായവർ ഇംഗ്ലീഷ് പഠിച്ചത് പേഴ്സണൽ ട്രെയിനർ ഉണ്ടായിട്ടല്ല, അല്ലെങ്കിൽ സ്കൂളിൽ നമ്മൾ പേഴ്സണൽ ട്രെയിനർ വെച്ചിട്ടൊന്നും അല്ലല്ലോ ഇംഗ്ലീഷ് പഠിക്കണത്. പേഴ്സണൽ ട്രെയിനറിന് പിന്നെ നല്ല വിവരം വേണം. അങ്ങനെ നല്ല കഴിവും വിവരമുള്ള ഒരാളെ ഇംഗ്ലീഷ് ട്രെയിനറായിട്ട് ഇരുത്താൻ നല്ല കാശ് വേണം. അപ്പോൾ എനിക്ക് അതിനുള്ളൊരു സെറ്റപ്പ് ഇപ്പോൾ ആയിട്ടില്ല. അത്രയും വലിയ രീതിയിൽ ബിസിനസ് ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പേഴ്സണൽ ട്രെയിനർ ഇല്ലാതെ തന്നെ നന്നായി ചെയ്യാൻ പറ്റുന്ന രീതികളുണ്ട്. അങ്ങനെ പഠിക്കുന്ന കുട്ടികളുണ്ട്, അങ്ങനെ പഠിച്ച ആൾക്കാരുണ്ട്. അതിന് കുറച്ച് ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ യൂട്യൂബിലും കോഴ്സിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒന്ന് ഷാഡോയിങ് എന്ന് പറഞ്ഞ മെത്തേഡാണ്, അത് യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ തന്നെ നമ്മളോട് റെക്കോർഡ് ചെയ്ത് സംസാരിക്കുക. ഇതൊക്കെ ഞാൻ ആ ടെലഗ്രാം ഗ്രൂപ്പിൽ ചെയ്യിക്കാറുണ്ട് കേട്ടോ, ഷാഡോയിങ് ഒക്കെ. അപ്പോൾ പേഴ്സണൽ ട്രെയിനർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. അതിന് പകരം നമ്മൾ തന്നെ നമ്മുടെ സമയത്ത് നമുക്കത് തിരുത്താനും കറക്റ്റ് ചെയ്യാനുള്ള ആ രീതിയിൽ നമ്മളെ എനേബിൾ ചെയ്യുന്ന ഒരു കോഴ്സാണ്. പിന്നെ കുട്ടികളുടെ കോഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു. കുട്ടികളുടെ കോഴ്സ് ഉണ്ട്. കുട്ടികളുടെ കോഴ്സിനും ഞാൻ ലൈവ് ആദ്യമൊക്കെ കൊടുത്തിരുന്നു, പക്ഷെ ആരും ലൈവിന് വരാത്ത അവസ്ഥയായി. അപ്പോൾ ഞാനത് നിർത്തിയതാണ്. ഇപ്പോൾ ലൈവില്ല, ഒറ്റ കോഴ്സിന് ഞാൻ ലൈവ് കൊടുക്കുന്നില്ല. പക്ഷേ കുട്ടികൾക്ക് കുറേ എക്സസൈസും, അവരുടെ കോഴ്സ് കുറച്ച് ഡിഫറെൻ്റാണ്. വലിയ ആൾക്കാരുടെ കോഴ്സിൽ നമ്മൾ കൂടുതലും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്ന മിസ്റ്റേക്ക്, കുട്ടികളുടെ കോഴ്സിന് അങ്ങനെ പറയേണ്ട കാര്യമില്ല. കാരണം ആ മിസ്റ്റേക്കുകളൊന്നും അവർക്ക് അറിയില്ല. ബേസിക്കലി അവർക്ക് അധികമൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഒരു 3rd സ്റ്റാൻഡേർഡ് 4th സ്റ്റാൻഡേർഡ് 5th സ്റ്റാൻഡേർഡ് അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ 5th 6th ഈ ഒരു ലെവലുള്ള കുട്ടികൾക്കാണ് കോഴ്സ്. അതും സ്റ്റാർട്ടിങ് മുതൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ABCD അല്ല, ABCD അറിയണം, കുറച്ചൊക്കെ വായിക്കാൻ, ഇങ്ങനെ ജസ്റ്റ് കൂട്ടി വായിക്കാൻ, വേർഡ്സ് വായിക്കാൻ കുറച്ചൊക്കെ അറിയാമെങ്കിൽ നല്ലതാണ്. സ്റ്റാർട്ടിങ് മുതൽ കുട്ടികൾക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അവരുടെ കോഴ്സ് അവർക്ക് കുറേ എക്സസൈസൊക്കെ ചെയ്ത് ഒരു രസമാണ്. അത് കുറച്ചുകൂടെ ഇൻട്രാക്റ്റീവ് ആയിട്ടാണ്. അതിനും നല്ല കുട്ടികളൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞ കോഴ്സ് തന്നെയാണ്. പാരൻസിന് അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് ആ കോഴ്സ് കൊടുക്കുക, ബാക്കി അവരങ്ങ് ചെയ്തോളും, അവരതിന്ന് പഠിച്ചോളും. അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. പൊതുവേ സ്റ്റക്കാവുന്നത് ഈ കാർഡ് വഴി വാങ്ങിക്കാനാണ്. അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെയൊക്കെ കാർഡ് ഉപയോഗിച്ച് വേറെ ആരുടെയെങ്കിലും അടുത്തുള്ള ആൾക്കാരുടെ വിസ കാർഡ് ഉള്ളവർക്ക് ഒന്ന് വാങ്ങിച്ചു തരുമെന്ന് പറയാം. വേറെ ആരെക്കൊണ്ട് വാങ്ങിച്ചു തരുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ ID കൃത്യമായിട്ട് കൊടുക്കാൻ മറക്കാതിരിക്കുക. പിന്നെ എന്തെങ്കിലും ഇഷ്യൂ, കോഴ്സ് കിട്ടുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറയാം. എനിക്കറിയാം എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നിങ്ങൾ വരുത്താൻ ചാൻസ് ഉള്ളതെന്ന്. കുറച്ച് കാലം, ഇപ്പോൾ 1 വർഷമായി കോഴ്സ് നടത്തണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇമെയിൽ അയയ്ക്കുക. എൻ്റെ ഇമെയിൽ ID ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ കൊടുക്കാം. പലപ്പോഴും ഞാൻ എൻ്റെ കോഴ്സ് എടുക്കുന്ന ആൾക്കാർ മലയാളം മീഡിയത്തിലൊക്കെ പഠിച്ച ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചാണ്, പക്ഷേ ഞാനൊന്നും പഠിച്ചിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാർ. കൺഫ്യൂഷനാണ്, ബേസിക്സ് ഒന്നും ക്ലിയർ അല്ല. അപ്പോൾ എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടണം, അങ്ങനെ ഒരു മെൻ്റൽ ബ്ലോക്കുള്ള ആൾക്കാരാണ് കോഴ്സ് എടുത്ത് ക്ലിയർ ആയിട്ട് പഠിക്കുന്നത്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാവരും ഇങ്ങനെ തരില്ല, അവരുടെ കോഴ്സ് നല്ലതല്ലേ, അങ്ങനെയല്ലേ പറയുക. പക്ഷെ അങ്ങനെയല്ല. എൻ്റെ കോഴ്സ് ഞാൻ കുറേ എഫേർട്ട് എടുത്ത് കുറേ കാലം റിസർച്ച് ചെയ്തിട്ടുണ്ടാക്കിയ കോഴ്സാണ്.
അത് നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഈ കോഴ്സ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, നിങ്ങൾ എടുത്ത് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് പറയാം, ഞാൻ നിങ്ങൾക്ക് ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്ത് തരും. ഫുൾ കോഴ്സും കണ്ടിട്ട് റീഫണ്ട് ചോദിക്കരുത്, അത് ശരിയല്ലല്ലോ. കാരണം ആ കോഴ്സ് ഫുൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കാശ് തിരിച്ച് വാങ്ങിക്കുന്ന കേസല്ലേ. ഒരു വാങ്ങിച്ച് കഴിഞ്ഞ് ഒരു 2 വീക്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വായിച്ച് കുറേ ഒരു പകുതി മുക്കാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട, അത് ശരിയല്ലാന്ന് തോന്നുകയാണെങ്കിൽ, എനിക്കിത് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് എന്തുകൊണ്ടാണെന്നൊന്നും ചോദിക്കണില്ല. എന്നുവെച്ചാൽ നിങ്ങൾക്ക് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞു, അപ്പോൾ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാമല്ലോ. അങ്ങനെ ഒരാൾക്ക് പോലും കോഴ്സ് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ചിലവരൊക്കെ സാമ്പത്തികം കൊണ്ട്, അയ്യോ എനിക്ക് വാങ്ങിക്കാൻ ഇപ്പോൾ കുറച്ച് ടൈറ്റായി, എനിക്ക് റീഫണ്ട് ചെയ്ത് തരും, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലാണ്ട് ഒരാൾ പോലും കോഴ്സ് എടുത്തിട്ട് ഈ കോഴ്സിന് കൂടുതലായി എന്ന് പറഞ്ഞിട്ടില്ല. അത് അവർക്ക് കാശ് കുറേ ഉള്ള കുട്ടികളായിട്ടല്ല, കോഴ്സിന് അത്രയും വാല്യൂ ഉണ്ട്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കോഴ്സ് വേറെ എവിടെ ചെന്നാലും കിട്ടില്ല എന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. അത്രയ്ക്ക് ഞാൻ ഈ കോഴ്സിന് വേണ്ടിയിട്ട്, നമ്മൾ പറയില്ലേ സ്വെറ്റ് ആൻഡ് ബ്ലഡ്, ഈ കോഴ്സിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും കോഴ്സ് എടുത്താൽ. അതാണ് ഞാൻ ഇത്ര ധൈര്യത്തിൽ പറഞ്ഞത്. 2 ആഴ്ച നിങ്ങളൊന്ന് കോഴ്സ് എടുത്ത് നോക്കി നോക്കൂ, എന്നിട്ട് പറയൂ ഈ കോഴ്സ് നിങ്ങൾക്ക് ശരിയാവില്ല എന്ന്. അത്രയും ഉറപ്പുള്ളതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, കമൻ്റായിട്ട് ചോദിക്കാം, ഇമെയിലായിട്ട് അയക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.